നമുക്ക് വൈൽഡ് അനിമൽസിന് എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ആനയുണ്ട്, മറ്റേ കടുവേന്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ ഇതിന്റെ ഈ കാടിന്റെ ഇടയിൽ കൂടെ KSRTC. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. KSRTC ലുക്ക് ഇവിടെയാന്ന് തോന്നുന്നു. അവര് സൈഡ് ഒതുക്കി കിട്ടോ, നമ്മള് സൈഡായി. കാട്. സംതിങ് മിസ്റ്റീരിയസ്. സോ ഇതാണ് നമ്മളൊരു വ്യൂ. രണ്ട് സൈഡും കാട്. പ്ലേസ് ആട്ടോ. നല്ല തേയിലയും തേയിലക്കാട്, നടുക്ക് വീടുകള്, പിന്നെ തേയില ഫാക്ടറി അങ്ങനത്തെ. ഇടുക്കിയിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെയാണ്. ഹലോ ഗായ്സ്. So the intro is different today. എന്താ ഇൻട്രോ? എന്താ ഇൻട്രോ? അതല്ല, ഇത് നമ്മൾ വേറൊരു കോസ്റ്റ്യൂമിലാണ്. ഹെൽമെറ്റും ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒരു ഗ്ലൗ ഒക്കെ ഇട്ട് ഒരു വേറൊരു കോസ്റ്റ്യൂമിലാണ് ഗൈസ്. ഇന്ന് നമ്മളൊരു എവിടെ പോവാ? ഒരു റൈഡ് പോവാ. നമ്മൾ മോർണിംഗ് ഒരു നല്ലൊരു റൈഡ് പോവാന്ന് ഓർത്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീക്കെൻഡ് അല്ലേ, അപ്പോൾ കുറച്ച് ഒരു റൈഡൊക്കെ പോയിട്ട് ഒരു കാമായിട്ട് വരാന്ന്, ഒരു കാട്ടിലേക്ക് ഒരു യാത്ര അല്ലേ, ഫോറസ്റ്റിലേക്ക് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഉണ്ടാവുമോ നമുക്കറിയില്ല. നമുക്ക് പറ്റാവുന്ന ഒരു നമുക്ക് എത്ര പറ്റുമോ അത്ര ദൂരം പോവാന്നാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ പ്ലാൻ അതിരപ്പള്ളി പോവുക. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ വാൽപ്പാറ വരെ എത്താൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ പ്ലാന് അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമുക്ക് സമയം വരെയാണ് പ്ലാൻ. ബിക്കോസ് നമ്മൾ കുറേ കാലമായി ബൈക്കിൽ ലോങ് എവിടെയെങ്കിലും പോയിട്ട്, അതുകൊണ്ട് നമ്മളെ ബാക്ക് എത്രത്തോളം പണി തരും അല്ല വണ്ടി. നമ്മൾ ഈ വണ്ടി ബൈക്ക് എടുത്ത പിന്നെ ഒരു ലോങ് റൈഡോ അങ്ങനെ ഒന്നും, ഒരു ലോങ് ട്രിപ്പോ ഒന്നും പോയിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള മോഡിഫിക്കേഷൻസ്, ഒരു കംഫർട്ട് ഒന്നും വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് റൈഡിനുള്ള കംഫർട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ദൂരം പോവോ ഇല്ലയോ എന്നറിയില്ല വാൽപ്പാറ വരെ അല്ലേ. അത് അതിരപ്പള്ളിയാണ് ഇപ്പോഴത്തെ നമ്മളെ ലിസ്റ്റിലുള്ളത്. അവിടെ എത്തിയിട്ട് നമുക്ക് ഭയങ്കര വൈബ് തോന്നുകയാണെങ്കിൽ, നടു ഓക്കെ അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറും. അതാണ്. അപ്പോൾ നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റുമോ അത്ര ദൂരം പോവാം അല്ലേ. അതാണ് ഇന്നത്തെ പ്ലാൻ. നമുക്ക് പോവല്ലേ. പോകുന്ന വഴിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായി. നമ്മൾ സിറ്റി മോഡിൽ നിന്ന് ഫോറസ്റ്റ് മോഡിലേക്ക് പോവാന്ന് ഗൈസ്. നമ്മള് സിറ്റിയിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പോവാ. നമ്മളിപ്പോ ഇത് കണ്ടോ, ഈ സമയത്ത് നമ്മളൊരു 7 മണിക്ക് ഇറങ്ങിയതല്ലേ. അത് ഒരു 7 മണിക്ക് ഇറങ്ങി. റോഡിൽ തിരക്കേ ഇല്ല. ഇത് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് റോഡ് ഫുള്ള് ഫ്രീ ആണ് ഗൈസ്. അപ്പൊ നമ്മള് സമാധാനമായിട്ട് പതിയെ അങ്ങോട്ട് പോവാം അല്ലേ. നമുക്ക് വേറൊരു അബദ്ധം കൂടെ പറ്റിയല്ലോ. നമുക്ക് ഇന്ന് കിട്ടിയ പണിയാണ്. പണിയൊന്നല്ല അത്. ഓക്കെ, നമ്മള് ഇങ്ങോട്ട് ഫോറസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോ കയ്യിൽ കുറച്ച് കാശ് എടുക്കണമെന്നുണ്ടല്ലേ. അത് ലിക്വിഡ് മണി. അതെ, നമ്മളെടുത്ത് കാശും ഇല്ല കാർഡും ഇല്ല. നമ്മളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അവിടെ പോയിട്ട് ചിലപ്പം ഈ ഗൂഗിൾ പേയോ ഇതൊന്നും വർക്ക് ആവാതെ വരുമ്പോ, നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചു. അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു പോയി എടുക്കാന്ന് പറഞ്ഞ ഇവള് പറഞ്ഞ് വേണ്ടാന്ന്. അതെ, അപ്പൊ നീ തിരിച്ചു പോയി എടുക്കണ്ട, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഷോപ്പിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കാശ് അയച്ചു കൊടുത്തിട്ട് എല്ലാം മേടിക്കാൻ പറ്റുമോ നോക്കാന്നാണ് നമ്മുടെ പ്ലാൻ അല്ലേ. അതെ, അത് വർക്ക് ആവുമോ നമുക്ക് നോക്കാം. നമ്മളിന്ന് വഴിയാധാരമാവോ അല്ലെങ്കിൽ കാശ് കിട്ടുമോ നോക്കാം. ഫസ്റ്റ് അഡ്വഞ്ചർ ആയി ട്രിപ്പിൽ അല്ലേ ചോ? അതെ, ഫസ്റ്റ് അഡ്വഞ്ചർ. ബൈതവേ സൂര്യൻ തലയ്ക്ക് മുകളിൽ ഉദിച്ചിട്ടുണ്ട്. അതെ, നമ്മള് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് ഓർത്താ, പക്ഷെ നമ്മൾ ഇറങ്ങി വന്നപ്പോ ഇത്ര സമയം ആയി ഗൈസ്. നമുക്കൊരു 500 റുപ്പീസ് കിട്ടി അല്ലേ. അത് നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ലിക്വിഡ് ക്യാഷ് വേണമെന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് നമ്മൾ കാശ് എക്സ്ട്രാ അയച്ചു കൊടുത്തു. അവര് നമുക്ക് 500 തന്നു ഗൈസ്. നമ്മളിപ്പോ സേഫ് ആണ് അല്ലേ. 500 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇതുവരെ റിച്ചാ. നമ്മൾ സാധാരണ കാശ് എടുക്കാറില്ല. ആദ്യമായിട്ടൊക്കെ ഒരു 500 കയ്യിൽ കാണുമ്പോൾ ഒരു സുഖം. ഇത് എങ്ങനെ നമുക്ക് ചെലവാക്കും നോക്കാം. നമുക്ക് 500 രൂപ ചെലവാകുന്നുണ്ടോ നമുക്ക് നോക്കാൻ ഇന്നത്തെ വ്ളോഗില്. അതെ, എന്നാ സേഫ് ആയിട്ട് വെച്ചോ. സോ ഗൈസ്, നമ്മൾ ഹൈവേന്ന് എക്സിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് എടുത്ത് അതിരപ്പള്ളി പോകുന്ന റോഡാണ് ഗൈസ്. ഇത് നല്ലൊരു സൂപ്പർ. നമ്മൾ മോർണിംഗ് വന്നോണ്ടാന്ന് തോന്നുന്നു. ഇന്ന് വെയിലാണ്, പക്ഷെ ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയാൽ നല്ല വൈബായേനെ അല്ലേ. അതെ, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മഴയില്ല, പക്ഷെ സ്റ്റിൽ ഞങ്ങള് ഈ സാധനം ഓൺ ആക്കിയിട്ടുണ്ട്. അഥവാ മഴ പെയ്താലോ അല്ലെ. അകത്ത് കയറിയ കുറച്ചുകൂടി നല്ലതായിരിക്കും. ബിക്കോസ് മഴ പെയ്തതിന്റെ ഒരു കാടൊക്കെ ഭയങ്കര കൂളായിട്ടിരിക്കുന്നുണ്ടാവും. സോ ആ ഒരു പ്രതീക്ഷ. അതെ, എന്താ ചെയ്യുന്നത്?
വെള്ളം കുടിക്കുന്ന ഗൈസ് നമ്മൾ വെള്ളമൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഒരു വലിയ കുപ്പിയായിരുന്നു, അത് എടുത്ത് വെച്ച ബാഗിൽ വെയിറ്റ് കൂടുന്നിട്ട്. അതെ, അതുകൊണ്ട് നമ്മൾ വെള്ളം എടുത്തില്ല. അപ്പം നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ അങ്കമാലി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് അതിരപ്പള്ളി കയറുന്ന വഴിയിൽ ഒരു കടയിൽ നിന്ന് എടുത്തിട്ട് വെള്ളം വാങ്ങിക്കുക. ഷോപ്പൊന്നും തുറന്നിട്ടില്ല ഗൈസ്. അപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി. പിന്നെ എവിടെയെങ്കിലും ഷോപ്പ് കണ്ടുപിടിച്ച് കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് വന്ന് കുറച്ച് ഓണാവാൻ, അതുവരെ അതെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെള്ളം കുടിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് തപ്പി കണ്ടുപിടിക്കാം. അതെ, എന്താ പരിപാടി? സ്ഥലം ഏതാന്നറിയാണ്ട് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇവിടുത്തെ ഒരു നാട്ടുംപുറം ഹോട്ടലാണ്. നമുക്ക് കയറി കഴിച്ചു നോക്കാം. ഇവിടെ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ, അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലം കേട്ടോ. ഈ ഒരു നല്ലൊരു മോർണിംഗ് വൈബ്. ഇവിടെ എല്ലാവരും വന്ന് ആൾക്കാർ ഇരുന്ന് ചായ കുടിക്കുന്നത്. പോവാം വാ. ഇത് പറഞ്ഞ അക്വേറിയം ഉണ്ടെന്ന്, ഫുഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ. കൊള്ളാല്ലേ അക്വേറിയം, എല്ലാം ഗോൾഡ് ഫിഷ്. ഇത് ഫിഡാന്ന് പറഞ്ഞ ഫിഷാ, അറിയോ? ഇത് ഫിഡ. ഈ കളർ വരുന്നത് ഇത് ബ്ലാക്ക് മോൾ എന്താ അങ്ങനെ എന്തൊരു സാധനമാണ്. ഇതെല്ലാം ഗോൾഡ് ഫിഷ്. ഇത് നോക്ക്, എന്താ പിടയ്ക്കുന്നത്. അതെ, നമ്മളെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പൊ നമുക്ക് ഫുഡ് ആയോ നോക്കാം. കഴിക്കണ്ടേ, വിശക്കുന്നു. നീ എങ്ങോട്ടൊക്കെ കൈ കൊണ്ടുപോകുന്നു അങ്ങോട്ടേക്ക്. അത് ഭയങ്കര ഫുഡ് കിട്ടാൻ വേണ്ടിട്ടാ. നീ ഫുഡ് എന്തെങ്കിലും കൊടുക്കുന്നായിരിക്കും. മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. മുട്ടയൊക്കെ ഉണ്ട്. അത് മുട്ട, കുറച്ച് പഴകാരങ്ങൾ, സ്നാക്സ് ഒക്കെ ഉണ്ട്. നൈസ്. നമ്മളിവിടെ വന്നിട്ട് അപ്പമാണ് പറഞ്ഞ അപ്പം, മുട്ടക്കറി, കടലക്കറി അല്ലേ, ഗ്രീൻ പീസ് കറി. ഇവിടെ അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട, വേറെ എന്തുണ്ടായിരുന്നല്ലോ, പുട്ട, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പാണ് പറഞ്ഞത് നമ്മൾ സേഫായിട്ട് പോകാറുണ്ട്. പിന്നെ നോൺ വെജ് ഒന്നും പറഞ്ഞില്ല. നോൺ വെജ് പറഞ്ഞ് വെറുതെ പണി കിട്ടണ്ടെന്ന് ഓർത്തിട്ടാണ്. എനിക്കറിയില്ല, പിന്നെ പുറത്ത് ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ അല്ലേ, വെറുതെ നോൺ വെജ് കഴിക്കണമെന്നില്ല. കുറച്ച് സേഫായിട്ടുള്ള സമയം. അത് നമ്മൾ തിരിച്ചു വരുമ്പം വൈകിട്ട് വരുമ്പം മന്തി കഴിക്കാം. ഓക്കെ, മന്തിയിൽ മൈൻഡ് സെറ്റ് ചെയ്തോ. ഓക്കെ, നമുക്ക് ചായ പറയണ്ടേ? ഗൂഗിൾ പേ ഉണ്ടോ? നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഗൈസ്. എത്രയായത്? 180? 180. ഇത് ഇവിടുത്തെ മെയിൻ നാട്ടിൻപുറം ഷോപ്പാന്ന് തോന്നുന്നു. ഇവിടുത്തെ മെയിൻ ഷോപ്പാന്ന് തോന്നുന്നു അല്ലേ, ചായക്കട. ഇവിടെയാണ് എല്ലാവരും കൂടുന്നതെന്ന് തോന്നുന്നു. ഇപ്പം അതിലെ കൂടെ പോകുന്ന ചേട്ടനെ കൊടുത്ത് ചേട്ടാ ഇങ്ങോട്ട് വാട ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ, അത് മീൻ വാങ്ങിയിട്ടിട്ടുണ്ടോ. അങ്ങനെ എല്ലാവരും വിളിച്ച് വരുത്തി ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാന്ന് തോന്നുന്നു. മെയിൻ ചായക്കട. നമുക്ക് പോവാം. വണ്ടി വിടുവല്ലേ? വണ്ടി വിടാം. എടുത്തോ. വണ്ടി എടുക്കാനോ? എടുക്കട്ടെ. വണ്ടി എടുത്തോ. എടുക്ക്. ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ പേര് എഴുതി കൊടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഏതാ ചെക്ക് പോസ്റ്റ്? ഇത് ചെക്ക് പോസ്റ്റിൽ ആണോ? പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് പാം എസ്റ്റേറ്റ് എന്തോ ഒരു സാധനമാണ് ഗൈസ്. ഇതാണ് പാം ട്രീസ്, വലിയ ഇതില്ലേ, അതാ അവിടെ ഫ്രണ്ടിൽ കാണുന്നത്. അവിടെ നമ്മള് വണ്ടി നിർത്താനോ ഫോട്ടോസ് എടുക്കാനോ അതിന്റെ അകത്ത് ഈ തോട്ടത്തിന്റെ അകത്ത് കയറാനോ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് ജസ്റ്റ് എഴുതിയിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ലോക്കൽസിനൊക്കെ ചുമ്മാ കയറി പോകാൻ തോന്നുട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പേര് എല്ലാം കൊടുത്തിട്ട് അതിരപ്പള്ളി പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും ഗൈസ്. ഇനി എന്തോ 62 അതിൻ്റെ നമ്പർ പറഞ്ഞത്, അവിടെ പോയി ചോദിക്കുവാണെങ്കിൽ 62 പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ 62 വണ്ടിയായിരിക്കും മേ ബി. സോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പാം ട്രീസിന്റെ പോലെ, അതിന്റെ തോട്ടത്തിന്റെ നടുക്കു കൂടെയാണ്. സോ ഇതാണ് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. റൈറ്റ് സൈഡിലില്ല. റൈറ്റ് സൈഡിൽ കുറച്ചുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ റൈറ്റ് സൈഡ് കാണാം, കുറച്ചുണ്ട്. മുന്നേ ഒരു വീഡിയോയില് നമ്മളിങ്ങോട്ട് വരാൻ നോക്കിയപ്പോ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് ഈ തോട്ടത്തിന്റെ സൈഡിലായിട്ട് ആന ഇറങ്ങിയതുപോലെ കണ്ടായിരുന്നു. നീ കണ്ടില്ലായിരുന്നോ ജോ? ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല, പക്ഷെ ആന ഇറങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു 3-4 ആനകൾ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന പോലെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറങ്ങിയ വൈബായിരിക്കും. സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആനേനെ വല്ല സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? അതെ, വേണം. പശുവിനൊക്കെ ഇപ്പൊ സ്പോട്ട് ചെയ്യാൻ പറ്റും. പശുവൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് റോഡ് ഫുള്ള് പശുവിന്റെ ചാണകം. പശുവൊക്കെ റെസ്റ്റ് എടുക്കുകയാണ് റോഡില്. വെയിലാണെങ്കിലും നമുക്കൊരു തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. ഇവിടെ ചെറിയ തോടുണ്ട്. തോടുണ്ട് സൈഡില്. അവിടെ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ നിർത്തരുത് എന്നാണ് അവിടെ എഴുതി കൊടുത്തത്.
നിർത്തരുതെന്നല്ല, നമ്മളത് അവിടെ എൻട്രി കൊടുത്തേ ഉള്ളൂ, നിർത്താനൊക്കെ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ടടാ നിർത്താൻ പാടില്ലെന്നോ? ഇവിടെ നിർത്തി അതിന്റെ അകത്ത് കയറരുതെന്ന്. ഓ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ, ഞാൻ വായിച്ചിട്ടില്ല ഗൈസ്. സോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാ. പക്ഷെ ഇവിടെ വണ്ടിയൊക്കെ നിർത്തുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ വണ്ടി ഓക്കെ. ഇത് എനിവേസ് ഇവിടെ നിർത്തിയാലും നിങ്ങൾ ഇവിടെ വൃത്തികേടാണോ? അയ്യോ എന്റെ കയ്യിലൊരു പ്രാണി വന്ന് വീണു. കാട്ടിക്കൂടെ പോകുമ്പോ അങ്ങനെ ഉണ്ടാവും. പേടിച്ചു പോയി, വല്ല ചാടി വന്നു. നമ്മളൊരു സൂപ്പർ സ്പോട്ടിലാണ്, നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട്. കാണിച്ചു തരാം. അതെ, ഇതാണ് ഒരു പുഴ. അതിൻ്റെ അവിടെ കുറേ തെങ്ങുണ്ട്, അവിടെയൊക്കെ കുറേ തെങ്ങുണ്ട്. ഒരു നല്ല സ്പോട്ടാ. തെങ്ങല്ലടാ, ഓ പാമ്പ് തന്നെ, സോറി ഗൈസ്, തെങ്ങല്ല അത് പാമ്പാണ്, പാം ട്രീസ് ആണ്. സോ ഇങ്ങനെ വെള്ളം പോകുന്നത് നമുക്ക് കണ്ട് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും കുറച്ചു നേരം ഇങ്ങനെ. നല്ല എനിക്ക് ഇപ്പൊ തോന്നുന്നു ഇവിടെ ഇരിക്കാനല്ല, അത് ശരിക്കും പാറക്കെട്ടിന്റെ ഇടയിൽ കൂടെ കുറച്ച് ആഴമില്ലാത്ത വെള്ളം പോലെ ഇവിടെ നോക്കിയിട്ട് കാണുന്നു. അവിടെ പോയി ഇരിക്കാൻ, അവിടെ പോയി ആ വെള്ളത്തിൽ കാലിട്ടിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇത് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കില്ലേ? അതേന്ന് തോന്നുന്നു, ആയിരിക്കും. അപ്പം നമ്മളിനി അതിരപ്പള്ളി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ചെക്ക് പോസ്റ്റ്, ആ പാം ട്രീയുടെ ആ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇത് അകത്തേക്ക് കയറിയപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. റോഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞാണ് ഇരിക്കുന്നത്, നല്ല റോഡല്ല. അപ്പം നമ്മൾ പതിയെ പോകാൻ പറ്റുള്ളൂ. ഇനി വന്ന പോലെ നല്ല കത്തിച്ച് നല്ല റോഡല്ലാത്തതുകൊണ്ട് നമ്മൾ പതിയെ പോകാനേ പറ്റുള്ളൂ. ആൻഡ് റൈറ്റ് സൈഡിൽ ഇവിടെ മറ്റേ ഇലക്ട്രിക് വേലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ അവരെന്തോ കൃഷി ചെയ്യാൻ പോകും. അതെ, അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അവിടെ കുറെ പണിയൊക്കെ തോട്ടമുണ്ട് അവിടെ. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഫുൾ വേലിയാണ്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫുൾ പാം ട്രീ വ്യൂ ആണ്. പാം ട്രീ തോട്ടം, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു പുഴ, അങ്ങനെ ഫുൾ വ്യൂ ആണ് ഗൈസ്. അതെ, എന്താ നോക്കി നിൽക്കുന്നത്? വാട്ടർഫോൾസ് ആണ്. വാട്ടർഫോൾസിൽ വെള്ളമൊന്നും ഇല്ല, വെള്ളം കുറവാണ് ഗൈസ്. അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ കുറവ്. അപ്പം നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടാകും. ഇറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നില്ല, വലിയ വെള്ളമൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട്. അവിടെയൊക്കെ ഇറങ്ങിയിട്ടും ഇറങ്ങിയിട്ടും വലിയ കാര്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റൂല. അപ്പം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ട്രിപ്പ്, ഒരു റൈഡ് പോലെ പോയിട്ട് വരാമെന്നാണ് ആലോചിക്കുന്നത്. അല്ലാതെ നമ്മള് വാട്ടർഫോൾസിലൊന്നും ഇറങ്ങാണ്ട് നേരെ വാഴച്ചാൽ റൂട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ്. സൈഡിൽ എന്തിന്റെയൊക്കെ ഫോട്ടോസാ ഉള്ളത്? ആനയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഗൈസ്. സോ നമുക്ക് വൈൽഡ് അനിമൽസിന് എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ആനയുണ്ട്, മറ്റേ കടുവേന്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. കടുവയൊക്കെ ഉണ്ടോ? അതറിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ എന്തായാലും ഫോറസ്റ്റിൽ കയറിയിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ പതിയെ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഒരു നല്ലൊരു ഡ്രൈവ് പോയിട്ട് വരാം. മാക്സിമം നമുക്ക് പറ്റാവുന്നത്ര പോവും. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല. അതാ ഇവിടെ ആനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ആനയുടെ ഫോട്ടോ ആ ബോർഡിലുണ്ടായിരുന്നു. ബോർഡിലുണ്ട് ഇതാ വൈൽഡ് അനിമൽസ്. നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ അല്ല മെയിൻ, നമ്മൾ ഈ കാട്ടിക്കൂടെയുള്ള റൈഡാണ് നമ്മൾ വന്നേക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് അകത്തേക്ക് ചുമ്മാ അങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അതാണ് ഇപ്പൊ KSRTC ഒക്കെ വരുന്നുണ്ടല്ലോ. KSRTC ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ ഇതിന്റെ ഈ കാടിന്റെ ഇടയിൽ കൂടെ KSRTC. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. KSRTCന്റെ ലുക്ക് ഇവിടെയാന്ന് തോന്നുന്നു. നമ്മള് സിറ്റി കിടന്ന് കളിക്കുമ്പല്ല, ഇതിന്റെ അകത്ത് വരുമ്പോഴാണ് ഒരു ഫീൽ. അതെ, ഒരു പ്രത്യേക വൈബ് ഉണ്ട് കാണാൻ. നല്ല KSRTC നല്ല ഗ്ലാമർ ആയിട്ട് തോന്നുന്നു അല്ലേ ജോ? ക്യൂട്ട് ലുക്കിംഗ്. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റ് അടിക്കുന്നു. ഇപ്പൊ ജാക്കറ്റ് ഇട്ടില്ലേന്ന് ശരിക്കും തണുത്ത് വരച്ചേനെ. അങ്ങനത്തെ ഒരു നല്ല കൂൾ ആംബിയൻസ്. നല്ല കാട്, ഡീപ് ഫോറസ്റ്റ്, കാട്. സംതിങ് മിസ്റ്റീരിയസ്. കൊള്ളാം അല്ലേ? ഞാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ബൈക്കിൽ വന്നിട്ടുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കാറിലാണ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ബൈക്കിൽ വന്നപ്പോ ഒരു നല്ലൊരു ഫീലുണ്ട്. കാറിൽ വരുമ്പോ അടഞ്ഞിരിക്കും, അതാണ് ഞാനും. പിന്നെ ഈവൻ നമ്മൾ ബൈക്ക് ലോങ് റൈഡിന് സെറ്റ് ചെയ്തിട്ടില്ലേലും ബൈക്കിൽ പോകാൻ കാറിൽ പോയാൽ ഈ ഒരു ഫീല് കിട്ടില്ല. ഈ ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ കാടിന്റെ അകത്തെ. നമ്മൾ വാഴച്ചാല് ചെക്ക് പോസ്റ്റിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുന്നു. ഡബിൾ മൈൻഡ് ആണ്.
പോയാലും പ്രശ്നമില്ല, പോയില്ലേലും പ്രശ്നമില്ല. എന്തായാലും നമുക്കൊരു ഫോറസ്റ്റ് റൂട്ട് കിട്ടി. ജസ്റ്റ് കയറി വന്ന് ഇവര് ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. എന്താ ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്ന്. അങ്ങോട്ട് പോവാൻ സമ്മതിക്കുമോ ഇല്ല, എന്താ അവസ്ഥ എന്ന് നമുക്ക് പോയി നോക്കാം. അല്ലാതെ എത്ര ദൂരമാണ് മലക്കപ്പാറ? 45 55. എന്താ ഇ പാസ്സാ? നമ്മൾ വാൽപ്പാറ പോകണമെങ്കിൽ ഇ പാസ് എടുക്കണം. നമ്മൾ ഇ പാസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെ പോകുന്നത് ഒരു പാസ് എടുത്തിട്ടുണ്ട്. അവിടം വരെ നമുക്ക് പോയിട്ട് വരാം. മലക്കപ്പാറ 4 മണിക്ക് മുമ്പ് എത്തണം. അത് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണം. ചെക്ക് പോസ്റ്റ് 4 മണിക്ക് മുമ്പ് കയറണം. എന്നിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. അതെ, അപ്പൊ നമുക്ക് പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോലെ ഇന്ന് കുറച്ചധികം പേര് കേറുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് കുറെ ഇപ്പൊ വണ്ടികൾ കുറെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഫില്ലായി. അപ്പൊ നമുക്ക് പോവാം. സോ ഇതാണ് നമ്മളൊരു വ്യൂ. 2 സൈഡും കാട്, ആൾക്കാർ, നടുക്ക് റോഡ്, പിന്നെ നമ്മള് കുറച്ച് റൈഡേഴ്സ് ഉണ്ട്. ഒരു 4-5 കാറ് നമ്മളെ പാസ് ചെയ്തു പോയി അല്ലേ? അതെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു 3-4 ബൈക്ക് ഉണ്ട്. അതെ, ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് 3-4 ബൈക്കുകളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് കാണാം, ഇടയ്ക്ക് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകും. വേറെ ആരും ഇല്ല, ഒരു പ്രത്യേക ഫീല്. മരങ്ങളുടെ ഇടയിൽ കൂടെ കുറച്ച് ലൈറ്റ് അടിക്കുന്നുണ്ട്. അതല്ലാണ്ട് ചില സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത് അയച്ചു. കാരണം എന്താ വെച്ചാൽ ചില ഏരിയയിൽ വരുമ്പോൾ കറക്റ്റ് എനിക്ക് ആ വ്യൂ കിട്ടുന്നില്ല, കറക്റ്റ് ആയിട്ട് കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു തണുപ്പും എല്ലാമാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. യെസ് ഗൈസ്, നമ്മൾ 4 മണിക്ക് മുമ്പ് തിരിച്ചിങ്ങോട്ടേക്ക് വരണം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് മലക്കപ്പാറ വരെ പോവാ, ആ ചെക്ക് പോസ്റ്റിൽ പോവാ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്നാണ് പ്ലാൻ. പോകുന്ന വഴിക്ക് നമുക്ക് എന്തൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് നോക്കാം. അതെ, എന്തെങ്കിലും കാണുമോന്ന് നമുക്ക് നോക്കാം. ആനപ്പിണ്ടമൊക്കെ ഇവിടെ സൈഡിൽ കുറേ ഉണ്ട്. വരുന്ന വഴിക്ക് റോഡിന്റെ സൈഡിലൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ. ആനേനെ വല്ലതും സ്പോട്ട് ചെയ്യുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ കുരങ്ങിനെ കണ്ടു, വേറെ പ്രത്യേകിച്ച് ഒന്നിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനെല്ലാം കാണുമോ നോക്കി നമുക്ക് പോവാം. ആനനെ കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടാൽ നമ്മൾ ഓടും. അതെ, ഓടേണ്ടി വരും. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് മലക്കപ്പാറയ്ക്കുള്ള KSRTC ബസ്സാണ്. ഇത് എപ്പോഴായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10:34 ആയി. ഒരു 9 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും മേ ബി. എവിടുന്നാ വരുന്നതെന്നൊന്നും അറിയില്ല. മലക്കപ്പാറയ്ക്ക് പോകുന്ന ബസ്സാണ്. അതെ, ഈ റൂട്ടില് KSRTC പോവാൻ നല്ല വൈബായിരിക്കും. നല്ല വൈബായിരിക്കും. KSRTC സൈഡ് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോവാൻ നല്ല വൈബായിരിക്കും. നൈസായിട്ട് ഇങ്ങനെ പോവാം. വല്ല ആനയോ പുലിയൊക്കെ സൈഡിൽ കൂടെ വന്നാൽ അതിനെയും കാണാം. സേഫ് ആയിട്ട് ഇരിക്കാലോ. ഇപ്പൊ ബൈക്കിലാ പോകുന്ന, അത്ര സേഫ്റ്റി ഇല്ല. നമ്മളല്ല, ബസ്സിലാണെങ്കിൽ സേഫ് ആയിട്ടിരിക്കാം. ബസ്സിലാണെങ്കിൽ സേഫ് ആയിട്ടിരിക്കാം. എനിക്കിപ്പോ ഇല്ലേ, ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നോണ്ട് ഞാൻ രണ്ടാമതും വെയിലായതുകൊണ്ട് വെച്ചു. ആന വന്ന ആനനെ കാണാൻ പറ്റില്ല. പെട്ടെന്നൊരു ബ്ലാക്ക് സ്പോട്ട് അങ്ങനെ പെട്ടെന്ന് എവിഡന്റ് ആയിട്ട് കിട്ടൂല. അവര് സൈഡ് ഒതുക്കി കിട്ടോ, നമ്മള് സൈഡായി സീനാക്കിട്ടോ. KSRTC അവരെ ഒതുക്കി വിട്ടതാണ് ഗൈസ്. നിർത്തണോ ഇവിടെ? അതെ, ഉമ്മാര് നൈസായിട്ട് അവര് ഒതുക്കിയതാ. എന്തായാലും ഇവിടെ അത്ര ഇതാക്കാൻ പാടില്ലായിരുന്നല്ലേ? നല്ലോണം ഒതുക്കി വിട്ടു അവര്, സൈഡിലായി പോയി. അതെ, അതും അവിടെ മറ്റേ ഇത് വർക്ക് നടക്കുന്നതുകൊണ്ട് കല്ലൊക്കെ കൂട്ടിയിട്ട സ്ഥലത്ത് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോണം. അപ്പോ അയ്യോ, ഞാൻ ഈ മുള കാണുമ്പോ ഇത് മറ്റേ ഏലം വന്ന് ഞാൻ കുറെ നേരം ആലോചിച്ചു, ഇത്ര ഏലം കൃഷി ഇവിടെയോ? പിന്നെ ഞാൻ കുറച്ചുകൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഏലം അല്ല, മറ്റേ മുളയാന്ന്. ഗൈസ്, ഫൈനലി നമ്മളൊരു
നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, മലക്കപ്പാറയിൽ എത്തി ഗൈസ്. മലക്കപ്പാറയിലെ ബോർഡ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല. അതെ, ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാര് വീടും കുറച്ച് തോട്ടങ്ങളൊക്കെ മറ്റേ കാപ്പിത്തോട്ടൊക്കെ. അതെ, വരുന്ന വഴി മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട് അല്ലേ? അതെ, നമ്മള് വരുമ്പോ അമ്മയെ തെന്നിപ്പോയി ഇപ്പൊ വീണേനെ ഗൈസ്. അല്ല, കുഴിയല്ല, ഇവിടെ ഞാൻ കാല് വെച്ച് അത് തെന്നിപ്പോയി. ഇപ്പൊ വീണേനെ വണ്ടി ഇട്ടിട്ട് ഞാൻ വരുന്ന വഴിക്ക് ഒരു വണ്ടി റോങ് കയറി വന്നു ഗൈസ്. ഒരു ബൈക്ക് ജസ്റ്റ് മിസ്സാണ്. നമ്മള് അവൻ വളവ് ഇങ്ങനെ തിരിയുന്ന വളവ്, അപ്പൊ നമുക്ക് വിസിബിൾ അല്ല പോയിന്റ്. അവൻ ഫുള്ള് റോങ് കയറി. അപ്പുറ സൈഡ് റൈറ്റ് സൈഡ്, അവൻ റൈറ്റ് കയറി വരുന്ന, ലെഫ്റ്റ് സൈഡ് സ്ഥലമുണ്ട്. അവൻ ഫുള്ള് റോങ് കയറി. നമ്മൾ തിരിയുമ്പോ കറക്റ്റ് ഫ്രണ്ടിൽ വണ്ടി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നത്, അന്ന് പെട്ടെന്ന് അവൻ കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. അത് ഭയങ്കര റോങ് ആയിട്ടാണ് വന്നത്. ഇവിടെ വരുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇവിടെ വരുന്ന വഴിക്ക് കണ്ട എല്ലാ വണ്ടികളും മാക്സിമം റോങ് മീൻസ് റൈറ്റ് കയറിയൊക്കെയാണ് വരുന്നത്. നമ്മൾ പതിയെ ഓണടിച്ച് വരുവാണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഈ ചെറിയ റോഡും കൂടെ അല്ലേ, അപ്പോൾ എല്ലാ വണ്ടിയും കയറിയിട്ടാണ് വളവൊക്കെ തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അവർ എടുത്തിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ വേറെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ നോക്കണം, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ മുട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഓണടിച്ച് വരേണ്ട അവസ്ഥയാണ് അല്ലേ? അതെ, അപ്പൊ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ മലക്കപ്പാറ എത്തി. ആ ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചേരം ഇരുന്നിട്ട്, നമ്മുടെ വണ്ടിയിൽ പെട്രോളും കുറവാണ്. പമ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. പമ്പില്ലെങ്കിൽ നമ്മൾ എങ്ങനെയും താഴെ എത്തണം ഈ പെട്രോൾ വെച്ചിട്ട്. അപ്പോൾ അതാണ് അടുത്ത ടാസ്ക്. ഫുള്ള് ടാസ്ക് ആണല്ലോ അത്. നമ്മൾ പോണ്ടേ എന്നുള്ളൊരു ഡബിൾ മൈൻഡില് നമുക്ക് കൺഫേം അല്ലായിരുന്നു വരും എന്നുള്ളത്. അതുകൊണ്ട് പെട്രോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോ ഒറ്റ മൈൻഡിൽ നമ്മൾ വന്നതാണ്. ഒറ്റ മൈൻഡ് ആണ് ഗൈസ്, ഒറ്റ മൈൻഡ്. എങ്ങനെ ഇരിക്കുന്നു? ഇതുവരെ നമ്മൾ വരുന്ന വഴിക്കോ എവിടെയും ഒന്നും ഒരു അനിമൽസിനെയും നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല. ആകെ കുരങ്ങിനെ 2-3 കണ്ടു, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോവാം. അപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണാം അല്ലേ? ഗൈസ്, നമ്മൾ മലക്കപ്പാറ തേയിലത്തോട്ടമാണിത്. തേയിലത്തോട്ടം കൊള്ളാല്ലേ? നല്ല സൂപ്പർ വ്യൂ കേട്ടോ. നല്ല വ്യൂ. മഴയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നോക്ക്, മൗണ്ടൈനൊക്കെ കൊള്ളാല്ലേ? പക്ഷെ ഒരു വെയിലുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് പ്രശ്നം. അല്ലാതെ ബാക്കിയെല്ലാം നല്ല രസമുണ്ട്. മലക്കപ്പാറ തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടെ ഞങ്ങൾ പോകുന്നു. ഇവിടെ ലൈൻസ് ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെ തേയില ഇവര് ജോലി ചെയ്യുന്നവര് നിൽക്കുന്ന വീടൊക്കെയാണിത്. ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓർത്തു അപ്പൊ നമ്മളെ ഫോറസ്റ്റിന്റെ ഏരിയ കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു മലക്കപ്പാറ ആ ഒരു സിറ്റി അല്ല, ഒരു ടൗണാ. മലക്കപ്പാറയിലെത്തി, ഒരു സ്ഥലത്തെത്തി. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നല്ല കാം പ്ലേസ് കേട്ടോ. നല്ല തേയിലക്കാട്, നടുക്ക് വീടുകള്, പിന്നെ തേയില ഫാക്ടറി അങ്ങനത്തെ. ഇടുക്കിയിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെയാണ്. നമ്മുടെ അവിടെ ഇപ്പൊ പോകുമ്പോ എനിക്കിത് കാണുമ്പോ ഞങ്ങളുടെ അവിടെ പോയ പോലെ തന്നെ ഉണ്ട് ഇടുക്കിയിൽ. അവിടെ ഇതേ സെയിം ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. പോലീസ് സ്റ്റേഷൻ ഇതാണോ ചെക്ക് പോസ്റ്റ്? മാങ്ങ പറിക്കാൻ വന്നതാ? മാങ്ങയാ? ഏത് മാങ്ങ? കിളിമൂക്ക് മാങ്ങ. എങ്ക ഇருக்கு? മേലെ ഇരിക്കാം. சாதா மாங்காய். மாங்காய் பறிக்கிறீங்களா? அண்ணா ஒரு மாங்காய் ഞങ്ങൾക്ക് കുറച്ച് തരോ? எங்களுக்கு ஒரு மாங்காய். எடுத்துக்கூடா? பறிச்சு வச்சிருக்கீங்களா? ஓ, வேண்டாம் சும்மா தான் கேட்டோம். பாரு, പച്ചയാ? കാണിക്കേ. ഓ, ഗ്രീസ്. നോക്കി വാ. പച്ചയാ? നോക്കട്ടെ, പഴുത്താ? പിടിച്ചോക്ക്. പച്ചയാ. ഇതെന്തിനാ പച്ച കഴിക്കാനോ? പച്ച കഴിക്കാൻ പറ്റും, കഴുകിയിട്ട് കഴിക്കണം. 2 മാങ്ങ കടിച്ചതാ? എത്ര? 2? യാര് പറിച്ചാ? അവണോ? 9? 9 മാങ്ങാവാ? ഇതിന്റെ പേരെന്താ? കപിലേഷ്. എത്രാം ക്ലാസ്സിൽ പഠിக்கிறீங்க? 3rd സ്റ്റാൻഡേർഡാ? സ്കൂൾ എங்க இருக்கு? இங்கதானா? மேலையா? இங்க மேலையா? இன்னைக்கு இல்லையா? இன்னைக்கு ലീവാ? വീട് എങ്ക? അതാ എൻ്റെ വീട്. ഗൈസ്, ഇവിടെ പിള്ളേരൊക്കെ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവരോട് ചുമ്മാ സംസാരിച്ചു. പാവം പിള്ളേരിട്ടോ, ചോദിച്ചപ്പോഴേക്ക് എടുത്തു തന്നു. മാങ്ങയൊക്കെ എടുത്തു തന്നു. നമുക്ക് മാങ്ങ ഒരെണ്ണം ചോദിച്ചപ്പോൾ അവന്മാർ കൊണ്ടുവന്ന് 2 കാണിച്ചു നമുക്ക് തന്നു. അതെ, ഫുള്ള് വൈബ് പിള്ളേരാണ് ഗൈസ്. എല്ലാം പിള്ളേര്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം. ഇപ്പം നമ്മൾ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കൊണ്ടുവന്ന ടിക്കറ്റ് ഇല്ലേ,
അത് കൊടുത്തു. 4 മണിക്ക് മുമ്പ് ഇവിടെ പോയിട്ട് ചുമ്മാ കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്നാണ് പുള്ളി പറഞ്ഞത്. ചെക്ക് പോസ്റ്റ് കയറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് താഴേക്ക് പോവാം. പിന്നെ പെട്രോൾ ചോദിച്ചപ്പോൾ പെട്രോൾ പമ്പില്ല, പക്ഷേ ഒരു ഷോപ്പിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ബ്ലാക്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങാമെന്നുള്ളൂ. വേറെ പമ്പൊന്നുമില്ല. തമ്പി പെട്രോൾ പമ്പ് ഒന്നും ഇല്ല എങ്ക? പെട്രോൾ പമ്പ് இருக்கா? எங்கே இருக்கு? வால்பாறை போகணுமா? அவ்வளோ தூரம் போகணும்ல. பக்கத்தில் ஒன்றும் இல்லை? അക്കാ വീട്ടിലെയാ? ആ ഓക്കെ. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ബ്ലാക്കിൽ കിട്ടും. അവിടെ നിന്ന് നമുക്ക് വാങ്ങി കുറച്ച് പെട്രോൾ ഒഴിക്കാം. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ താഴെ വരെ പോകണം. നമ്മൾ റിസ്ക് എടുത്ത് പോവേണ്ട അവസ്ഥയാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്തായാലും ഉണ്ട്. ഒരു പോയിൻറ്റും 1.5 പകുതി ഉണ്ട്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കണ്ട. കുറച്ച് വാങ്ങിച്ച് ഒഴിക്കാം. വേറെ ഓപ്ഷൻ ഇല്ല. ഗൈസ്, ഇവിടെ ഇവർ തേയിലൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ തൂക്കിയിട്ട് കൊണ്ടുപോകുന്നെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് ഇവർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകില്ലേ? ഫാക്ടറിയിൽ ഇത് കൊടുക്കും. എന്നിട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്ത് നമുക്ക് തേയിലപ്പൊടിയായിട്ട് കിട്ടുന്നത്. ഇത് എല്ലാം കൊണ്ടിടും. ഒരാള് ഇങ്ങനെ തേയില നുള്ളി ഒരു സാധനം ഉണ്ടാവില്ല, അവരുടെ കൗണ്ട്. അവരിത്ര ആണെങ്കിൽ അവരുടെ കൗണ്ട് വെച്ചിട്ടായിരിക്കും അവർക്ക് കാശ് കിട്ടുക. എടുത്തിട്ടില്ലേ? നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് 1 ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ടുണ്ട്. കുടിക്കുന്നോ? ഗൂഗിൾ പേ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാശ് കയ്യിലെടുത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. എനിക്കിത് ഒഴിച്ചിട്ട് നമുക്ക് അതിരപ്പള്ളിയിലാണോ പമ്പ്? ഓക്കെ. അതിരപ്പള്ളി ഒരു 30-35 കിലോമീറ്റർ അല്ലേ? ചാലക്കുടി. ഞങ്ങൾ അതിരപ്പള്ളിന്ന് വരുന്നത്. ഞാനിപ്പോൾ പെട്രോൾ പമ്പ് തപ്പിയിട്ട് അങ്ങനെ വന്ന. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി തിരിച്ചു. 50 കിലോമീറ്റർ 1 ലിറ്റർ മതിയാവും. അതിലുണ്ട് ഓൾറെഡി കുറച്ച് മതി. ഓക്കെ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. മിഷൻ ഒഴിക്കാൻ പോകുന്ന ചിത്തേട്ടൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെട്രോൾ ഒഴിക്കുന്നത് കാണുന്നത്. ആണോ? ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലേ? അല്ലേ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കാശ് സെറ്റ് ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല. നോക്കുന്നോ? വേണ്ട, ഓണാക്കി നോക്കാം. കാശ് ബാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 135 135 ഗൈസ്. ഈ അക്കയുടെ കടയിലാണ്. ഇത് മലക്കപ്പാറ കേരള അല്ലേ? കേരള ആണെങ്കിൽ ഒരു തമിഴ്നാട് കൾച്ചർ. കേരള ഒരു കൾച്ചർ ആട്ടോ. നമ്മള് മിക്സ് ആണ്. തമിഴും മലയാളവും ഒരേപോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതെ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെ അവസ്ഥയാണ്. ഇഷ്ടംപോലെ വണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് വാൽപ്പാറ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേക്കൂടെ കയറി അതിരപ്പള്ളി പോകുന്നവരുണ്ട്. അതിരപ്പള്ളിയിൽ നമ്മൾ വന്ന പോലെ അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അങ്ങനെ കുറേ പേര്. ഇവിടുന്ന് കുറേ കർണാടക വണ്ടിയൊക്കെ ഉണ്ടല്ലേ? കുറേ ഇവിടുന്ന് ഒരു പാസ് എടുക്കണം. ഇവിടുന്ന് ഒരു പാസ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. 4 മണിന്റെ മുന്നേ ഇവിടുന്ന് പാസ് എടുക്കണം. എന്നാലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പതിയെ അങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ലേ? വിശക്കുന്ന ഒരു ചായ കുടിക്കാം. ഇവിടെ വന്നപ്പോ എനിക്ക് നൊസ്റ്റാൾജിയ അടിച്ചത്. പുളിമുട്ടായി കഴിഞ്ഞില്ലേ? ഇതിന്റെ പേര് ശോഭ. മറ്റേ നമ്മളെ ഇംലി. ചായ തന്നു. ഇത് ഓരോന്നെടുക്കാവേ. എടുത്തു. പുളിമുട്ടായി കഴിക്കാനാണോ ഇത്ര ദൂരം വന്നത്? അതറിയില്ല. തണുപ്പ് മാത്രം. ഒരാഴ്ച നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പൊ മഴ ഉണ്ടായിരുന്നു. ആന വരും. ഒരാന. കൊമ്പന ഒറ്റയ്ക്ക് ഇവിടെ വരും. പ്രശ്നമൊന്നുമില്ല. ഒറ്റയ്ക്ക് വന്ന കുട്ടിയാ? ചെറുതാ?
ആന ഉണ്ടായിരുന്നു, നമുക്ക് ആനേനെ കിട്ടി. കബാളി വലിയ ആനയാ? കൊമ്പനാണോ? ഓ വലിയ കൊമ്പൻ. കബാളിയാണ് ഇവിടുത്തെ മെയിൻ ടീം. അരിക്കൊമ്പൻ ഇവിടെയാ? പടയപ്പ മരിച്ചുപോയില്ലേ? പടയപ്പല്ലേ മരിച്ചുപോയത്? ആ ചില്ലിമുക്കൻ. ഓക്കെ ഓക്കെ. ഉണ്ട് മൂന്നാറില്. ആ ആ ഞങ്ങൾ അതിലെയാ വന്ന, പക്ഷെ ആനേനൊന്നും കണ്ടില്ല. ഓ ഈ കടയൊക്കെ 3-4 പ്രാവശ്യം ആന പൊളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവര് വേലിയൊക്കെ അയച്ചിട്ടുണ്ട്. അകത്ത് കാട്ടിലൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല. ആന പൊളിച്ചാന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രണ്ടില് ഈ കടയുടെ മുകളിലെ കമ്പിയൊക്കെ ഇല്ലേ? ആ ഒറ്റ വന്നാ കുഴപ്പമില്ല. ആ കൂട്ടായിട്ട് വന്നാ എല്ലാം പൊളിച്ചിട്ട് പോകും. എന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളിപ്പോ ചായ കുടിച്ച കട. അവിടുത്തെ ചേട്ടന്മാര് ഭയങ്കര വൈബിട്ടോ. അവരടുത്ത് നമ്മളെന്തോ നാട്ടിൽ എനിക്കെന്തോ കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ അവരിവിടുത്തെ നാട്ടിലെ എല്ലാ കഥയും എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ മറ്റേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് കുറച്ച് ടീച്ചേഴ്സ് പോയ ഒരു വണ്ടി ആക്സിഡന്റ് ആയില്ലേ, അവര് പോകുന്നതിന്റെ മുമ്പ് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ചേട്ടൻ്റെ അടുത്ത് ബൈ പറഞ്ഞാ പോയത്. അതിന്റെ ഒരു ഹിഡൻ ട്രൂത്ത് എന്താന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് മറ്റേ ഡ്രൈവർ ചായ കുടിച്ചപ്പോൾ പറഞ്ഞത് ബ്രേക്ക് കുറവാണ്, അത് വാൽപ്പാറയിൽ പോയിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്ന്. അത് അവര് സെറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയില്ല. അത് ചെയ്യാത്തോണ്ടാണോ അപകടം പറ്റിയെന്ന് അറിയില്ല. പുള്ളി ഭയങ്കര സങ്കടപ്പെട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ വാൽപ്പാറയിന്ന് താഴേക്കുള്ള ഇറക്കം 40 ഹെയർ പിൻ ഉണ്ടെന്ന്. അതിൽ തന്നെ 13ാമത്തെ ഹെയർ പിന് ഭയങ്കര റിസ്ക് ആണെന്നാണ് ഇവര് പറയുന്നത്. എന്നുവെച്ചാൽ ഉള്ളതിൽ ഭയങ്കര റിസ്ക്. എനിക്കിപ്പോ വയനാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് 9 ഹെയർ പിൻ എന്തോ ഉള്ളൂ. 40 ഹെയർ പിൻ കേൾക്കുമ്പോ ഭയങ്കര ഒരു അതിശയം. അത്രയും ഭയങ്കര വളവായിരിക്കും. അതിന്റെ ഒരു വ്യൂ ഞാൻ കണ്ടായിരുന്നു. ഊട്ടിയിലേക്കും നല്ല ഹെയർ പിൻ ഉണ്ട് ഗൈസ്. നമ്മളെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മീൻസ് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മളിനി വാൽപ്പാറ എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ അതിരപ്പള്ളി വിടാമെന്ന് ഓർത്തു. അതിരപ്പള്ളി തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലേക്ക് പോവുക. അതാണ്. അപ്പം ഇനി ഒന്നുകൂടെ നമ്മൾ ഈ ഫോറസ്റ്റ് റൂട്ട് അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. സോ ചെറുതായിട്ട് നമ്മളൊന്ന് റീചാർജ് ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ എന്തായാലും ഇവിടെ ചെക്ക് പോസ്റ്റിന് അവിടെ തന്നെ പേ യൂസ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി നേരെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങാം. പെട്രോളൊക്കെ ഇതാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ അടിച്ചിട്ട് വരിക. ഇവിടെ എന്തായാലും പമ്പില്ല. ഇല്ലെങ്കിൽ ഇനി വാൽപ്പാറ പോകണം, അല്ലെങ്കിൽ അതിരപ്പള്ളി പോകണം. അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും പമ്പില്ല. കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. അത് ഞാൻ അവിടെ നിന്ന് പറയണമെന്ന് ഓർത്തു. അത് ചിലപ്പം മേ ബി അവർ മിക്സ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ല പ്യുവർ പെട്രോൾ ആവണമെന്നില്ല. അപ്പോൾ അവർ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടൊക്കെ തരുന്നത്. അപ്പോൾ ഒരു 10-20 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ വാങ്ങി വെക്കുന്നത് അവർക്ക് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലവർ എന്ത് പറഞ്ഞും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒട്ടും പറ്റാത്ത അവസ്ഥയ്ക്ക് ആ പെട്രോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം താഴെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പോയി അടിക്കുന്നതായിരിക്കും ബെറ്റർ. ഒറ്റ മൈൻഡിൽ വരാതിരിക്കുക. നമ്മൾ ഫുൾ എപ്പോഴും ഒറ്റ മൈൻഡ് ആയിരിക്കും. നമ്മളെപ്പോ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നമുക്ക് ഇപ്പൊ ചെയ്യണം തോന്നുന്നു കഴിഞ്ഞാൽ ഇപ്പഴേ ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ഏജിങ്. നമുക്ക് ചിലപ്പോൾ നാളെ ഒരു 40-45 ആകുമ്പോൾ ഇവിടെ വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ബൈക്കിൽ വരാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ല. ഇപ്പൊ പറ്റും. അപ്പോൾ നമുക്ക് പോവാല്ലേ? ഒരു മിനിറ്റ്.